അത്രമേൽ മഹത്വമുള്ള കാര്യമാണ്. ആ കുടുംബ ബന്ധം പരിപൂർണമായി പരിപാലിച്ചു കൊണ്ടുപോകുന്ന മനുഷ്യൻ വലിയ പ്രതിഫലത്തിന് അർഹനാണ്. അവൻ്റെ നിസ്കാരത്തിലും നോമ്പിലും സക്കാത്തിലും ഹജ്ജിലും മറ്റുള്ള സൽക്കർമ്മങ്ങളിലും സ്വതക്ക മറ്റുള്ളതിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ഈ കുടുംബത്തിനെ പരിപാലിക്കുന്നതിലൂടെ അവയെല്ലാം പരിഹരിക്കപ്പെടും എന്നും കൂടിയാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇത് പരിപാലിച്ചു കൊണ്ടുപോവുക എന്നുള്ളതും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഭാര്യ ഉണ്ടാകും, പെങ്ങന്മാരുണ്ടാകും, ആങ്ങളമാരുണ്ടാകും, വാപ്പ ഉണ്ടാകും, ഉമ്മ ഉണ്ടാകും. ഇവരെയൊക്കെ കൂടി ഇങ്ങനെ യോജിപ്പിച്ച് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അതേപോലെ സ്ത്രീപക്ഷത്തായാലും പുരുഷപക്ഷത്തായാലും വലിയ വേദനകളും പ്രയാസങ്ങളും അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമാണ് മനോഹരമായ പടച്ചവൻ്റെ എക്സ്പെൻസീവായ സ്വർഗം നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ, നമുക്ക് അള്ളാഹു തആല തരുള്ളൂ. അല്ലാതെ വെറുതെ വാവിളിച്ച് നിന്നിട്ട് അള്ളാഹു അക്ബറും കെട്ടി റമദാനിൽ 30 ദിവസം നോമ്പ് പോയിട്ട് ഖുർആൻ 10,000 തവണ ഖത്തുമും തീർത്തിട്ട് ഭാര്യനോടും പിണങ്ങി, പെങ്ങന്മാരോടും പിണങ്ങി, വാപ്പാരോടും പിണങ്ങി ഒരാൾ സിറാത്ത് പാലത്തിലേക്ക് ചെന്ന പടച്ചോൻ പിടിച്ച് നരകത്തിലേക്ക് ഇടുള്ളൂ. പുറത്തരൂല, പുറത്തേ തരുള്ളൂ പടച്ചോൻ. എല്ലാ തിന്മയും പൊറുക്കണേ എന്ന് അള്ളാഹു എല്ലാ ദിവസവും ആളുകൾക്ക് പുറത്തു കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റമദാനിൽ, എസ്പെഷ്യലി ലൈലത്തുൽ ഖദർ രാത്രിയിലൊക്കെ അള്ളാഹു തആല പുറത്തു കൊടുക്കുന്നുണ്ട്. ഇത് പുറത്തല്ല, പുറത്താണ് കിട്ടുക. അള്ളാഹു തആല കാത് സംരക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.